മക്കയില് ആ മുഹമ്മദ് നബി ചെയ്തത് അങ്ങേയറ്റത്തെ അനീതിയാണ്. അവിടുത്തെ മനുഷ്യർക്ക് മുന്നിൽ ആകെ കൊടുത്തത് 2 ഓപ്ഷനാണ്. ഒന്ന് ഇസ്ലാം ആവുക, 3 ഓപ്ഷൻ കൊടുത്തു. ഒന്ന് ഇസ്ലാം ആകുക, അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഹലോ ആയിട്ടുള്ള പറയും. ലിയാഖ സാഹിബ്, അതല്ല അതല്ലേ പറഞ്ഞ കേക്കണ്ടേ? ഇപ്പൊ ഓക്കെയാണോ? നിങ്ങൾ പറയും. ഞാൻ ഇതെന്ത് കഷ്ട ഈ ക്ലിയർ ഇങ്ങനെ പോണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ. പറയുന്നത് മദീനയിലും മക്കയിലും തമ്മിലുള്ള ഒരു സംഭവം പറയായിരുന്നു പൊളിറ്റിക്കലായിട്ട്. ഇത് സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ലളിതമായിട്ടോ, ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി മാത്രം പറയണേ, നിങ്ങൾ മുർത്തതാക്കാൻ പറയുന്നതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ. മക്കയിൽ ഉണ്ടായിരുന്ന അതിനകത്ത് ഒരു ചെറിയ ഗുഡ് ഇന്റൻഷൻ മുഹമ്മദിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഹിസ്റ്റോറിക്കലായിട്ട് അങ്ങനെ കുല്ലി ഹാലിലാവൂല അൽഹംദുലില്ലാഹ്. അല്ല അല്പ ഹാലിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് പറയാം. അതായത് അവിടെ ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദ് നബി പല യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണ്. ഷാമിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ റോമിലേക്കും ഒക്കെ യാത്ര നടത്തിയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടങ്ങളിലൊക്കെയുള്ള രാജ്യ സംവിധാനങ്ങൾ, രാജാവ്, ഭരണകൂടം, കിങ്ഡംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. പക്ഷെ മക്കയില് ഒരു ബഹുസ്വരമായിട്ടുള്ള കുറെ ഗോത്രങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ട്, ആ ഗോത്രങ്ങൾക്ക് ഗോത്രങ്ങളുടേതായിട്ടുള്ള ആചാരങ്ങൾ, വിശ്വാസം, ദൈവം എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ. ഇതിനെ ഏകോപിപ്പിക്കാൻ മുഹമ്മദ് തീരുമാനിക്കുന്നു. അതിന് വേറെ പ്രചോദനങ്ങളുണ്ട്. നിങ്ങൾ ട്രാൻസ് സിനിമ കണ്ടിട്ടുണ്ടോ? ഫഹദ് ഫാസിൽ. അപ്പൊ ഇതിൽ വേറെ ട്രാൻസിലെ ഫഹദ് ഫാസിൽ ആയിട്ടാണ് ഞാൻ മുഹമ്മദ് നബിനെ തൽക്കാലം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്റെ പൊളിറ്റിക്കൽ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മുഹമ്മദിന് ഈ മക്കയുടെ അധികാരം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ പ്രശ്നങ്ങളുണ്ട്, അവകാശ തർക്കത്തിന്റെ പ്രശ്നമുണ്ട്, പിന്നെ അവിടുത്തെ അന്നത്തെ കാലത്ത് മുഹമ്മദ് ഖദീജയുമായി ബന്ധപ്പെട്ട ഖദീജയുടേതായിട്ടുള്ള ചില ആഗ്രഹങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കുടുംബപരമായിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അതിന് അനുകൂലമായിട്ട് ഇതിനെ നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ പോയിട്ട് നമുക്ക് ചരിത്ര വായന നടത്താൻ പറ്റും. പുസ്തകങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കാത്ത ചില കാര്യങ്ങൾ. ഇതാണ് ഞങ്ങളോട് പറയണത്. ഓക്കെ. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഉദാഹരണം പറഞ്ഞുതരാം. പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഉദാഹരണം ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഏകീകരണമാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു ഏകീകരണ ശ്രമമാണ്. ഇതിന് സമാനമായിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു പർട്ടിക്കുലർ ദൈവത്തിനൊരു കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് വരുന്നു. ഇപ്പൊ ഇന്ത്യയിലാവുമ്പോഴത്തേക്ക് ശ്രീരാമൻ എന്തോ ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് വരുന്നു. ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രൈം ടാർഗറ്റ് ആയി മാറുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ ജയ് ശ്രീറാം പോലുള്ള ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അള്ളാഹു അക്ബർ പോലത്തെ സാധനങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കുറെ സമാനതകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ദൈവത്തെ മുൻനിർത്തി, എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ദൈവമാണ് അള്ളാഹു. മക്കയില് ആരും അള്ളാഹുവിനെ തള്ളിക്കളയുന്നവരായിട്ടില്ല. അപ്പോ ആ ഒരു ദൈവത്തെ മുൻനിർത്തി ആ സമൂഹത്തെ ഒന്ന് ഐക്യപ്പെടുത്തി ഒരു പൊളിറ്റിക്കൽ അധികാരം നിലനിർത്തുക, അല്ലെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആ സമൂഹത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്നിട്ട് അതിന്റെ ലീഡർഷിപ്പ് എടുക്കാം എന്നുള്ളൊരു ആഗ്രഹമോ ധാരണയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ, അത് സാമൂഹ്യമായിരിക്കാം, രാഷ്ട്രീയമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം, ഇത് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ സാധനത്തിന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവർത്തിച്ചതെന്നാണ് ആ പോയിന്റിലേക്കല്ലോ ഒന്ന്. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ ഖുർആൻ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ ഈ ഖുർആൻ ഏത് വർഷത്തു കൂടി വന്നു? ഖുർആൻ മുഹമ്മദിന്റെ സ്വന്തം ചിന്തകളും മനനങ്ങളും ആലോചനകളും അതായത് അറിവുകളുമാണ്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഒരു വട്ടം പോലും കടല് കാണാത്ത പ്രവാചകൻ പറയുന്നത് തെറ്റാണ്. മുഹമ്മദ് നബി കടല് കണ്ടിട്ടില്ല എന്നുള്ളത് തെറ്റാണ്. കടല് കണ്ടെന്ന് കൂട്ടുക, എന്നാൽ ഈ കടല് കാണൂലേ? ഏത് കടലാ? ആ മറ്റേ ഈ രണ്ടും, അതായത് ഒരു സ്ഥലത്ത് ഉപ്പ് ജലവും ഒരു സ്ഥലത്ത് തെളിഞ്ഞ ജലവും. എന്റെ സുഹൃത്തെ, ഈ പറയപ്പെടുന്ന ഈ മറജൽ ബഹ്റൈനി അൽതഖിയാനല്ലേ ഇപ്പൊ നിങ്ങൾ പറയണേ? ഞാൻ അത് മാത്രല്ല, അങ്ങനെ കുറെ സാധനങ്ങൾ പറയുന്നല്ലോ. അതായത് ഞാൻ പറയാം. മുഹമ്മദ് നബി അവിടെ നേരിട്ട് പോയി സ്വന്തം കണ്ണുകൊണ്ട് അത് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ മാത്രമല്ലേ സംശയിക്കേണ്ടുള്ളൂ.
അത് മാത്രല്ല ആ കടല് ആ കാലഘട്ടത്തിൽ ഈ കടലിന്റെ കരയിൽ ഈ പ്രതിഭാസം ഉണ്ടായി. മനസ്സിലായോ? അതായത് ഞാൻ പറയുന്നത് ആ കടല് പുതിയ അറിവായോണ്ടാണ്. എങ്ങനെ? അത് ഏത് ഗ്രന്ഥത്തിനാണ് കിട്ടിയത്? എന്ത് ആ സംഗതി? അങ്ങനെ ഒരു പ്രതിഭാസം കരയിലുണ്ട് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ കടലുകൾക്കിടയിൽ അതിന്റെ തീരപ്രദേശത്തും മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തെ കിട്ടിയത് അത് നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ പോയി നോക്കിക്കോളി. എവിടക്ക്? ഈ കടൽ ഇപ്പോഴും അവിടെ ഇല്ലേ? അതല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞത് മറജൽ ബഹ്റൈനി യൽതഖിയാനാണോ? ഈ ഒരു പോയിന്റ് മാത്രല്ലേ ഈ ഗർഭശിശുവുമായി ബന്ധപ്പെട്ട്. ഇത് ഞങ്ങൾക്ക് ഇതില് മിസ്റ്ററി ഇല്ല, ഞങ്ങൾക്ക് അത് പറഞ്ഞുതരാം. നമ്മള് മിസ്റ്ററി വെറുതെ ആലോചിച്ചുണ്ടാക്കണതാണ് പലതും. അതല്ല ഈ ഖുർആന്റെ ഒരു ഇതുണ്ടല്ലോ, ഒഴുക്കും അതിന്റെ ഒരു താളവും ആ കാലഘട്ടത്തിലെ കവികൾ പോലെ. എന്റെ പൊന്നു സഹോദര, നിങ്ങള് അറേബ്യൻ കവിതകളുടെ സമാഹാരം വേറെ കിട്ടും. അതായത് ഈ ഇസ്ലാമിന്റെ മുമ്പുള്ള അവിടുത്തെ കവികളുടെ, മുസൈലിമയുടെ ഒക്കെ കവിത കിട്ടും. നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം. അപ്പൊ കവിതകൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയുള്ള അറേബ്യൻ കവിതകളുണ്ട്. എന്താ നിങ്ങൾ പറയണേ? ആര് പറഞ്ഞു? അപ്പൊ ഉമർ പറയണ്ടല്ലോ ഇതിനേറെ നല്ലൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ട് അതിനെ പ്രേമിക്കുന്ന ആൾക്കാർക്ക്, അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ജനങ്ങളുടെ കേവലം ഒരു ഉമർ മാത്രമല്ല, കുറെ ആൾക്കാർ പറയും ചെയ്തു. വിഷയപ്പെടുത്തുന്നത് എന്ത്? അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് മറജൽ ബഹ്റൈനിന്റെ കേസ് പറയാം. മറജൽ ബഹ്റൈൻ അവിടെ കിടക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അതല്ല ഞാൻ എന്റെ ഉദ്ദേശം മഹറജൽ ബഹ്റൈന് വ്യക്തത വ്യക്തമല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇന്ന് പ്രവാചകൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വ്യൂ അനുസരിച്ചാണ് പ്രവർത്തിച്ചത് എങ്കിൽ എന്തിനാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നത്? അതിന്റെ ഒരു അമാനുഷികത ഉണ്ടല്ലോ. അതായത് കുടുംബം എത്രത്തോളം ചെറുതേ കാര്യങ്ങള് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. ബാത്റൂം കയറുമ്പോൾ എങ്ങനെ കയറണം, ഇതുവരെ മുഹമ്മദ് ആ പൊളിറ്റിക്കൽ വ്യൂവിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ച് 23 വർഷങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 23 വർഷമാണ് കേവലം. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താ സംഭവം പറഞ്ഞുതരാം. ഇത് ലളിതമാണ്. നിങ്ങൾക്ക് ആദ്യം മറജൽ ബഹ്റൈനെ തീർത്തിട്ട് പോയാൽ നിങ്ങൾ അത് ഇനി ആലോചിച്ചുകൊണ്ട് നടക്കും. അതായത് മുഹമ്മദ് ഈ പറയുന്നതിന് മുൻപും ആ കടൽ അങ്ങനെ തന്നെയാണ്. അതല്ല നിങ്ങൾ ഒരു 5 സെക്കൻഡിൽ തീർക്കാതെ, അതായത് മുഹമ്മദ് ഇത് പറയുന്നതിന് മുൻപും ആ കടൽ അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് കണ്ടിട്ടില്ലെങ്കിലും മുഹമ്മദിന്റെ കാലത്തിന് മുൻപും മുഹമ്മദിന്റെ സമകാലികരും ആ കടൽ കണ്ടവർ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ആദ്യം കണ്ടു എന്ന് പറഞ്ഞു, ഇപ്പൊ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരു തെറ്റായ രീതി കൂടി പോയത്. അതായത് മുഹമ്മദ് നേരിട്ട് പോയി കടൽ കണ്ടോ ഇല്ലേ എന്ന്. മുഹമ്മദ് കടൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറയപ്പെടുന്ന ഈ സീ ഉണ്ടല്ലോ, പസഫിക് ഓഷ്യനിലെ ഈ ഒരു ടിപ്പിക്കൽ പ്രതിഭാസം, അവിടത്തേക്ക് നബി പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മുഹമ്മദ് നബി കടൽ കണ്ടിട്ടില്ല എന്ന് ഷാമിലേക്കും സിറിയയിലേക്കും ഒക്കെ കച്ചവടയാത്ര നടത്തിയിരുന്ന, മക്കയിൽ ജീവിച്ചിരുന്ന ഒരാള് കടൽ കണ്ടിട്ടില്ല എന്ന് പറയാൻ യാതൊരു സാധ്യതയില്ല നമുക്ക്. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ ആ ഒരു കച്ചവട യാത്ര, അന്നത്തെ കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്തിരുന്ന കച്ചവട വഴി നമുക്ക് ഇപ്പോഴും നോക്കിയാൽ കിട്ടും. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഹിസ്റ്റോറിക്കലി, ജിയോഗ്രഫിക്കലി നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ നിർത്തി. മഹറജൽ ബഹ്റൈനിൽ ഞാൻ വീണു. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഇട്ടോളി. മഹറജൽ ബഹ്റൈനിൽ ഒരു വിശ്വാസിത മുങ്ങി കുളിച്ചിരിക്കുന്നു തമ്മിൽ. ഓക്കെ, ഇതൊന്നും എന്റെ രീതിയല്ല സുഹൃത്തെ. അതല്ല, സോറി ഞാൻ ക്ഷമിക്കണം. നമ്മള് മിസ്റ്ററികൾ ഉണ്ടാക്കണ്ട. ഒരു മിസ്റ്ററി ഇല്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മറജൽ ബഹ്റൈനിന്റെ തൊള്ളയിൽ വന്നപ്പോ പറഞ്ഞതാ. ഇനി അത് നിക്കട്ടെ അവിടെ, പോട്ടെ. ഞാൻ സമ്മതിച്ചു. എന്റെ ചോദ്യം മറജൽ ബഹ്റൈനി അല്ല. അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു നിഖില മേഖലകളിലും ഒരു പോയിന്റ് പറഞ്ഞുതരാം. അതായത് അത്ഭുതമില്ലാന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതൊരു അത്ഭുതമല്ല. കാരണം മുഹമ്മദ് നബി ഇങ്ങനെ വരുന്നത് കേവലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവെന്ന് ഒരു പൊസിഷൻ എടുത്തിട്ടല്ല. അതിനു പകരം അദ്ദേഹം ദൈവത്തിന്റെ ദൂതനാണ് എന്ന പല കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മാർഗമാണ് ഇതിനുവേണ്ടി സ്വീകരിക്കുന്നത്. നമുക്ക് സിനിമയ്ക്ക് ഇറങ്ങും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ കൊല്ലണ നിയമം ഇവിടെ നടപ്പിലാക്കാതിരിക്കുകയും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്താൽ സീരിയസ് ആയിട്ടെങ്കിലും നമുക്ക് തറക്കണം. അതല്ല, ഇത് ലളിതമാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരി, ഇസ്ലാം, വിശ്വാസം, അള്ളാഹു, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്
നിങ്ങൾ ഈ പൊളിറ്റിക്കലായിട്ടൊന്ന് വായിച്ചാൽ ഞാൻ മറ്റേ ചോദ്യം മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട് നിഖില മേഖലകളും ഇടപെടുന്നു? അത് പറഞ്ഞത് മുഹമ്മദ് നബി അങ്ങനെയാണ് വരുന്നത്. അതായത് ദൈവത്തിന്റെ ഒരു സ്വന്തം പ്രവാചകൻ പ്രതിനിധി എന്നും ദൈവവുമായിട്ട് കണക്റ്റഡ് ആയി, അതായത് ആവശ്യഘട്ടങ്ങളിൽ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയേറ്റർ ദൈവം അനുവദിച്ചു കൊടുത്ത ഒരു പ്രവാചകനായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ വിശ്വസിക്കുന്ന അണികൾ എന്ന് പറഞ്ഞാൽ, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത് സത്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ കൂടെ ഉണ്ടാവുക. അവര് ഓരോ കാര്യം ചെയ്യുമ്പോഴും മുഹമ്മദിനോട് അനുവാദം ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ മുഹമ്മദ് ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറിവുകൾ, സങ്കല്പങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ വെച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശം കൊടുത്തു. ചോദിക്കുമ്പോ പറഞ്ഞു, എടുക്കുമ്പോ പറഞ്ഞു. അവര് ചിലരോട്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ നിങ്ങൾക്ക് അത് ഒരുപാട് ഇതാവണ്ട. ഒരു ഗോത്രത്തെ ആക്രമിച്ച് കൊള്ള ചെയ്ത് അവിടുത്തെ സ്ത്രീകളുമായിട്ട് എടുത്തപ്പം അവരുമായിട്ട് എന്താണ് പറയാ, അങ്ങനെ പറയല്ലേ, ഇത് വീഡിയോയിൽ കൊടുക്കണം. അല്ല, എനിക്ക് പ്രയാസം പറ്റില്ല, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ സംസാരിക്കല്ലേ ഇപ്പൊ ഇത്. നിങ്ങളൊരു 20 വയസ്സുള്ള കുട്ടിയല്ലേ, നിങ്ങൾക്ക് സ്വയംഭോഗം പോലെ ഹറാമായ ഒരു മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അതെന്താ പറഞ്ഞ. അപ്പം എന്താ പറയാ, കഴിക്കാം, അതിനൊക്കെ കുറെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരണ്ടേ. സാധ്യതകളൊക്കെ ഉണ്ട്, ഒരു സാഹചര്യം ഒത്തു വരാനില്ല. അത് പോട്ടെ, ഞാൻ വിട്ടോളാം. അപ്പൊ അതിലേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നപ്പോ ഇല്ലല്ല അങ്ങനെ വന്ന സമയത്ത് ആളുകൾ ചോദിക്കാണ്, മുഹമ്മദ് നബി ഞങ്ങൾ അസല് ചെയ്തോട്ടെ എന്ന്. ആ വിഷയത്തിൽ പോലും മുഹമ്മദ് നബിനോട് അഭിപ്രായം ചോദിക്കുക. അപ്പൊ മുഹമ്മദിനോട് അഭിപ്രായം ചോദിച്ചാൽ ദൈവികമായ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയിൽ മുഹമ്മദ് നബിയെ വിശ്വസിച്ച് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്യുന്നത് അതുപോലെ അനുകരിക്കുക എന്നൊരു സുന്നത്തിന്റെ ഒരു കൺസെപ്റ്റ് അതിനകത്ത് ഡെവലപ്പായി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോഴും ഈ നൂറ്റാണ്ടിൽ പോലും അതായത് ഞാൻ ഈ പോയിന്റ് കാണുമ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. അതായത് ഈ മതത്തിന്റെ ഈ പൊളിറ്റിക്കൽ വ്യൂവിൽ വരികയും ഞാൻ ആ ദൈവത്തിന്റെ ഒരു എടുത്തുനിന്ന് വരുന്ന ആളാണ്, അതുകൊണ്ട് എന്നോട് സംശയങ്ങൾ ചോദിച്ചാൽ മതി, അങ്ങനെ ആളുകൾ ചോദിക്കുന്നു, അവരുടെ ജീവിതം ക്ലിയർ ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഇടപെടുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതാണ് അതിന്റെ റീസൺ. അതായത് അങ്ങനെ വിശ്വസിച്ച സമൂഹം സ്വാഭാവികമായിട്ട് അവരുടെ, ഞാൻ പറയാം, ഇതാണ് ഇതിന്റെ റീസൺ അല്ലേ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം, അതാണ് അതിന്റെ കോർ പോയിന്റ്. നിങ്ങളെ യുക്തിക്ക് നിരക്കുണ്ടല്ലോ അല്ലെ പോയിന്റ്. അതാണ് അതിന്റെ പോയിന്റ്. അതിലെന്താ പ്രശ്നം? 23 വർഷമുള്ളൂ ആകെ. 23 വർഷത്തിന്റെ ഉള്ളില് മുഹമ്മദ് നബി 90-ലധികം യുദ്ധം മീൻസ് ഡയറക്റ്റ് പങ്കെടുത്തതും അല്ലാത്തതും ഒറ്റയ്ക്കും പറഞ്ഞയച്ചതും ആയിട്ടുള്ള അക്രമങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ മാത്രമല്ലാത്ത കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 12-ലധികം കല്യാണം കഴിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ സന്തത സഹചാരികളായിട്ടുള്ള സഹാബാക്കൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒക്കെ ജീവിതത്തിൽ കല്യാണങ്ങൾ എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തില്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, 6 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തില്, മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഭക്ഷണം, സ്ത്രീ, മദ്യം, ലഹരി, ആയിക്കോട്ടെ, മദ്യം, ലഹരി. പ്രവാചകനോട് ചോദിക്കുന്നു, അല്ല ഞാൻ ചോദിക്കട്ടെ, ഒറ്റ പോയിന്റ്, സിമ്പിൾ പോയിന്റ്. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രബോധനങ്ങൾ തുടങ്ങി വരുന്നുള്ളൂ, പ്രബോധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ തന്നെ കുറേശികൾക്ക് എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഏത് സ്ത്രീയാണെങ്കിലും മുഹമ്മദിന് കല്യാണം കഴിച്ചു കൊടുക്കാം, എന്തോ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം, ഞങ്ങളെ സ്ഥാനമാനങ്ങളൊക്കെ നൽകാന്ന് പറയുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ പോയിന്റ് ഞാനിപ്പോ ഒന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വെച്ചതെന്നാലും ഞാൻ സമ്മതിക്കൂല. അത് ഞാൻ ചോദിക്കട്ടെ, എന്തിനു വ്യഭിചാരം പ്രവാചകൻ ഹറാമാക്കി? പ്രവാചകൻ സ്ത്രീകളോട് സുഖങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ വ്യഭിചാരശാലകൾ മക്കയുടെ മുക്കിലും മൂലയിലും തുടങ്ങിയാൽ പോരെ? എന്തിനു മദ്യപാനം ഹറാമാക്കി? മദ്യപാനത്തിന്റെ ശാലകൾ തുറന്നാ പോരെ? സുഖ സൗകര്യങ്ങൾ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വ്യൂ ഇല്ലാതെ എന്തിന് പലിശ ഹറാമാക്കി? പൊളിറ്റിക്കൽ വ്യൂ ഇല്ലായിട്ടാണ് നമുക്ക് മനസ്സിലാവാത്ത. എന്തുകൊണ്ട് കൃത്യമായ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. ഇത് ഇരട്ട പാപ്പാട്ടങ്ങൾ ഇല്ല, ഇത് ക്ലിയർ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് സുഹൃത്തെ. മദ്യം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദിന് കൃത്യമായ കാരണമുണ്ട്. മുഹമ്മദിന്റെ എളാപ്പ അബ്ബാസ്, ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചോണ്ട് പറഞ്ഞ മുഹമ്മദിന്റെ എളാപ്പ അബ്ബാസ്, ഞാൻ പറയട്ടെ
6-ാം നൂറ്റാണ്ടിൽ ഒരാൾക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് ചോദിച്ചപ്പോ നമ്മൾ എണ്ണിയതിൽ ഫസ്റ്റ് ഒന്ന് സ്ത്രീയാണ്. ഞാൻ എന്തൊക്കെ വേണ്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, സ്ത്രീ നമ്മൾ എണ്ണി. നിങ്ങൾ പരന്നു പോവല്ലേ? നിങ്ങൾക്കൊന്ന് ക്ലിയാരിറ്റി വരുത്തി തരല്ലേ? നിങ്ങളെ ചോദിച്ചത് എന്തുകൊണ്ട് നിഖില മേഖലകൾ എന്നാണ്. അല്ല, എന്തുകൊണ്ട് വ്യഭിചാരശാല പ്രവാചകൻ തുറന്നില്ല? ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അവിടെ. മുഹമ്മദ് നബിക്ക് വ്യഭിചാരശാലകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്റെ അധികാരത്തിന് കീഴിലുള്ള വസ്തുക്കളായിട്ടാണ് മുഹമ്മദ് നബി തീരുമാനിക്കുന്നത്. അതത് സ്ത്രീകൾ അവനവന്റെ സ്ത്രീകൾ എന്ന രീതിയിൽ. എന്തുകൊണ്ട് മുഹമ്മദ് നബി അടിമകളുടെ എണ്ണത്തിൽ കാര്യത്തിൽ എണ്ണം തീരുമാനിച്ചില്ല? എന്തുകൊണ്ട് തീരുമാനിച്ചില്ല? ഒരാൾക്ക് 100 അടിമ സ്ത്രീകളെ വാങ്ങി ശാരീരികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി 100-200 സ്ത്രീകളെ വാങ്ങിയാൽ അത് തെറ്റാണോ? അല്ല, ഇവിടെ പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് പുരുഷന്റേതായിട്ടല്ലാത്തുള്ള സ്ത്രീകൾ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, അതായത് വിവാഹം വേണ്ട, കുടുംബം വേണ്ട, നിങ്ങൾ എന്റെ ആസ്വദിച്ചോളി പറഞ്ഞ പോലെ പ്രവാചകനെ മൂപ്പര് ദൈവത്തിന്റെ അടുത്ത് വരുന്ന ഒരു പുത്രനല്ലേ? അല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പരിശുദ്ധാത്മാവല്ലേ? എന്താ ആസ്വാദനത്തിന് എന്ത് തടസ്സമാണ് മുഹമ്മദ് നബി വെച്ചിട്ടുള്ളത് പറയും? അത് ആ കാലഘട്ടത്തില് കുത്തഴിഞ്ഞിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് അറുതിയാണ് വന്നിട്ടുള്ളത് എന്നാ ചോദിച്ചത്. അപ്പൊ അറുതി ഒന്നും വന്നിട്ടില്ല. എന്ത് അറുതി? ഒരു മനുഷ്യന് മുത്തലാ കല്യാണം എന്നൊരു കല്യാണം ഉണ്ട്, നിങ്ങൾക്കറിയോ? സമയകാല ബന്ധിതമായിട്ടുള്ള കല്യാണം അല്ല, ഒരാഴ്ചക്കും 2 ആഴ്ചക്കും 1 ദിവസം 2 ദിവസം. ഞാൻ പറയാം, നല്ല രീതിയിൽ കലക്കി കുടിക്കലുണ്ടല്ലേ? അതൊക്കെ സൈനുദ്ദീൻ മഖ്ദൂമൊക്കെ അടക്കട്ടെ. ഞാൻ സുന്നിയാണെന്നേ, സുന്നിയായിരുന്നു ഞാന്, നമ്മളെ നാട്ടിലത്തെ സുന്നിയായിരുന്നു ഞാന്. ഞാൻ പറഞ്ഞു വന്നത്, ഖൈബറിൽ ഇത് നിരോധിച്ചു എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതായിട്ട് വിശ്വാസികൾ പറയാം. മുത്തലാ കല്യാണം എന്ന് പറഞ്ഞാൽ ഖൈബർ വരെ മുത്തലാ കല്യാണം മുഹമ്മദ് നബി അനുവദിച്ചിരുന്നു എന്ന് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഖൈബർ കഴിഞ്ഞിട്ടാണ് മക്കം ഫത്ഹ് എന്നാണ് എന്റെ വിശ്വാസം. വിശ്വാസങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെയല്ലേ? ഒരു വർഷത്തിന്റെ 1-2 വർഷത്തിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് ഇക്കത് അറിയാത്തോണ്ട് ഞാൻ പറയുന്നില്ല. ഖൈബർ കഴിഞ്ഞിട്ടാണ് മക്കം ഫത്ഹ്. ഓക്കെ, എന്നിട്ട് അല്ലേ ഖൈബറിൽ നിരോധിച്ചത് മക്കം ഫത്ഹിന്റെ സമയത്ത് മുഹമ്മദ് നബി വീണ്ടും അനുവദിച്ചു കൊടുത്തു. എന്തിന്? വിവാഹത്തിനെ കുറിച്ചല്ലേ പറയുന്നത്? അതെ അതെ. ഞാൻ ചോദിക്കട്ടെ, അല്ല എന്തായിരിക്കും? ഒരു കാര്യം തെറ്റായതുകൊണ്ടോ തിന്മയായതുകൊണ്ടോ നിരോധിച്ചിരുന്നതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുത്തലാ വിവാഹം തന്നെ വേണ്ടേ? വ്യഭിചാരശാലകൾ തുറക്കട്ടെ, ഒരു വിവാഹം വേണ്ട, അങ്ങനെ ആക്കിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ വെക്കണത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലാതെ ആക്കിയെന്നാ പറഞ്ഞത്. ഇല്ലേ, ഞാൻ പറയട്ടെ, അപ്പൊ ലൈംഗികതയല്ല പിന്നീട് താല്പര്യം. മുഹമ്മദിന് ലൈംഗിക താല്പര്യമായിരുന്നു, അത് മാത്രമായിരുന്നു മുഹമ്മദിനെ ഡ്രൈവ് ചെയ്തിരുന്നത് എന്ന്. കാരണം മുഹമ്മദിന്റെ വിവാഹങ്ങളിൽ പലതും പൊളിറ്റിക്കൽ ആയിരുന്നു എന്ന് അറിയാവുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയണത്, മുഹമ്മദിനെ ഏതെങ്കിലും ഒരു കേവലമായ ഒരു സ്ത്രീലമ്പടനായിട്ട് ഞാൻ മുഹമ്മദ് അങ്ങനെ ആ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. മുഹമ്മദിനെ വേറെ മുഹമ്മദിനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോ വിളിച്ചാലും കിട്ടുക? എപ്പോ വിളിച്ചാലും കിട്ടും. ഈ സമയത്ത് വിളിക്കണം, 4 to 6 ഇടയിൽ വിളിക്കണം. 6 മണിക്ക് ശേഷം ഫ്രീ തിരക്കാവൂലേ? ഞാൻ നാളെ 4 മണിക്ക് വിളിച്ച് നിങ്ങൾ എടുക്കുവോ? എടുക്കും. എന്റെ നമ്പർ സേവ് ചെയ്യിട്ടാ. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞ? പേര് പറയണ്ടോ? പേര് വേണ്ട, തൽക്കാലം പറയണ്ട. വിഷയല്ല ഹബീബേ, ഇപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ വായിച്ച് പഠിച്ച അവസാനം ഉള്ള ഈമാനും പോയി മുർത്തതായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഒരു പ്രശ്നമില്ല. എന്റെ പേര് ഹസൻ, നിങ്ങൾ സേവ് ചെയ്ത് നോക്കുവോ പ്ലീസ്? എനിക്ക് നല്ല രസങ്ങൾ സംസാരിക്കാൻ അടിപൊളിയാണ്. നമ്മളെ ചിന്തകൾ വികസിക്കാനും അറിയാനും അറിയിക്കാനൊക്കെ കഴിയില്ലോ. അതെ അതെ. അത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ കാണുന്ന കേട്ടോ. ഞാൻ ഹസൻ മലപ്പുറം ഇരിക്കൂടി. ആയിക്കോട്ടെ, ശരി. ഇത്ര ഞാൻ എടുക്കാൻ കേട്ടോ, കാരണം ഞങ്ങൾ 2-3 ദിവസം നിങ്ങളെ എങ്ങനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ഭയങ്കര തിരക്കില്ല. തിരക്കാരനാല് മോനെ, രാവിലെ ഞാനൊരു 8 മണിയോട് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 5:45 ആവും. 5:30-5:45 വീട്ടിലെത്തുമ്പോ. എനിക്ക് മനസ്സിലാവും നിങ്ങളെ ബിസിനസ്. അത് കഴിഞ്ഞ 3:30-3:45 കൂടി എത്തും. പിന്നെ ഒരു 5:30-5:45 6 മണി വരെയുള്ള സമയം ഇങ്ങനെ ഫോണും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. 6 മണിയോട് കൂടി ഞാൻ വീണ്ടും എന്റെ റൂമിലോട്ട് കയറും. അതാണ് ഇപ്പോഴത്തെ രീതി.
അല്ല ഞാൻ 2-3 ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യണം. അത് നാളെ തന്നെ നമ്പർ ഞാനിത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഞാൻ എഴുതാൻ നിൽക്കുന്ന സാധനം കേട്ടോ. ഞാൻ എഴുതാം എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേത് ശ്രമിച്ചു നോക്കി. എന്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടല്ലോ ഫാഷിസ്റ്റ്. അതൊക്കെ വരും. അതെങ്ങനെ അറിയോ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നല്ല ഒരിടത്തും ഫാസിസത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ടാസ്ക് അല്ല. അതിന് ഏതെങ്കിലും ഒരു സംഘടനയോ സംഘമോ അതിനെ എതിർക്കുന്നത് കൊണ്ട് സാധ്യമാവില്ല. വേണ്ടത് നമുക്ക് ജനങ്ങൾക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാവുക, അവർക്ക് എന്താ പറയാ ഈ പറയുന്ന സെക്യുലറിസത്തെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ്, ബോധ്യം, അതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധം ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ സിവിക് സെൻസ് ഉണ്ടാവണം, ഭരണഘടനയുടെ മൂല്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. അതുള്ള ഒരു ജനതയുടെ അടുത്ത് ഒരു ഫാസിസവും വിലപ്പോവില്ല. അതില്ലാത്ത ജനതയില് എത്ര സംഘടനകൾ സംഘടിച്ചാലും ഫാസിസത്തെ എതിർക്കാനും കഴിയില്ല. ഇതാണ് എന്റെ പൊളിറ്റിക്സ്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പൊളിറ്റിക്സ് അതാണ്. നമുക്ക് സംസാരിക്കാം. നമുക്ക് തീർച്ചയായിട്ടും ശരി. ഹസൻ ഓക്കെ. അങ്ങനെ ലൈവായിട്ട് ഞാൻ പോവാണെങ്കിൽ നമുക്കൊരു ഇതാണല്ലോ, അഭിമാനാണല്ലോ. നീ എങ്ങാനും എന്നെ കിട്ടുകയാണെങ്കിൽ ദൈവത്തിന്റെ കൂലി എനിക്ക് കിട്ടും ചെയ്യും. അത് അടിപൊളിയാവും. ആയിക്കോട്ടെ, മറക്കരുത്. ഇല്ല. ഓക്കെ ശരി.